ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ Prepwise-ന്റെ ഈ ഒരു സെഷനിൽ അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ ഈ ഒരു ജൈത്രയാത്രയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് സിവിൽ സർവീസ്. അപ്പോൾ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് ഏതൊരു കാര്യത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രം അറിഞ്ഞാൽ മാത്രമേ അത് ഇന്നത്തെ നിലയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതിന് നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും അല്ലേ. അല്ല ഇന്ന് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടും അല്ലേ. സിവിൽ സർവീസിൻ്റെ തുടക്കം അന്വേഷിച്ച് പോയ സമയത്ത് ഞാൻ ഒരിടത്ത് വല്ലാതെ സ്റ്റെക്കായിപ്പോയി. നമ്മുടെ ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ് നല്ല റാങ്കോട് കൂടി പാസ്സാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഡ്രീമാണല്ലേ. അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ലൈഫൊക്കെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായിക്കോട്ടെ ഏത് ലെവലിലാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു ലൈഫ്. അപ്പോൾ ഈ സിവിൽ സർവീസ് കിട്ടിയിട്ട് ഈ ഒരു ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണാറുണ്ട് ഒത്തിരി പേര് സിവിൽ സർവീസ് കിട്ടിയതിന് ശേഷം ഒരു ഫ്യൂ ഇയേഴ്സ് ഒക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ വോളണ്ടറി ആയിട്ട് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് പോകാറുണ്ട്. പക്ഷെ അതൊന്നും അല്ല, അത് സിവിൽ സർവീസ് നല്ല ഹൈ റാങ്കോട് കൂടി പാസ്സായി തൊട്ടടുത്ത വർഷം തന്നെ അത് വേണ്ടാന്ന് വെക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? എങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാധിപതിയായിരുന്ന അല്ലെങ്കിൽ സായുധ സമരം കൊണ്ട് മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള ആക്ഷൻസിലൂടെ വിപ്ലവകാരികൾ ഒരുപാട് മുന്നിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1919 സെപ്റ്റംബർ 15 അച്ഛൻ ജാനകിനാഥ് ബോസിന്റെ ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ സുഭാഷ് ചന്ദ്രബോസിന് ICS പഠിക്കാൻ വേണ്ടി, ഇന്നത്തെ പോലത്തെ സിവിൽ സർവീസ് ഓഫ് ഇന്ത്യയല്ല, ഇന്ത്യൻ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പറഞ്ഞയക്കുന്നത്. അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട് പഠിക്കുന്നു, സ്വന്തം അച്ഛൻ്റെ താല്പര്യപ്രകാരം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കുന്നു. അങ്ങനെ 1920 അദ്ദേഹത്തിന് സിവിൽ സർവീസ് 4th റാങ്കോട് കൂടി തന്നെ കിട്ടുന്നുണ്ട്. ഈ 4th റാങ്കോട് കൂടി കിട്ടിയ ശേഷം തൊട്ടടുത്ത വർഷം അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. അദ്ദേഹം അത് രാജിവെച്ച് ഇറങ്ങി പോവുകയുണ്ടായി. എന്താ കാരണം? തൻ്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അല്ലെങ്കിൽ അവരെ അടിമകളാക്കി താമസിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്ന അല്ലെങ്കിൽ അടിമകളായിട്ട് മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടി താൻ ഇനി പണിയെടുക്കില്ല അല്ലെങ്കിൽ താൻ ഇനി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു വർക്ക് സ്പേസ് വിട്ട് അല്ലെങ്കിൽ സിവിൽ സർവീസ് വേണ്ട വിട്ടെറിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒരുപക്ഷെ ജാനകിനാഥ് ബോസിന് അത് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം ഭയങ്കര പ്രൗഡായിട്ടാണ് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ച് വർക്ക് ചെയ്യുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. വെയിറ്റ് അപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ളതല്ലേ. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് അല്ലെങ്കിൽ സിവിൽ സർവീസസ് ഓഫ് ഇന്ത്യ കൺഫ്യൂഷൻ ആയോ? അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യമേ പറയാം, സിവിൽ സർവീസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സർവീസ് സിസ്റ്റം ഒരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്ന സർവീസ് അല്ല. ഇതൊക്കെ തിരിച്ച് അതായത് ഇൻഡിപെൻഡൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന സർവീസുകളാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണോ? അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതും വേണ്ട. കാരണം ഈ സിവിൽ സർവീസിൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിന് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെക്കാൾ കൂടുതൽ പഴക്കമുണ്ട്. മൗര്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അർത്ഥശാസ്ത്രം നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മുടെ ഈ ഒരു സെൻട്രൽ സിസ്റ്റത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ഫോറിൻ അഫയേഴ്സ് ഡീൽ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു സെൻട്രൽ സിസ്റ്റത്തിലേക്കുള്ള ആളുകൾ എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യേണ്ടത്, ടാക്സ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഇവരുടെ പേ സ്കെയിൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഈ ഒരു പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഒരു തെളിവ് തന്നെ നമ്മുടെ ഭാരതത്തിൽ അന്ധകാലം മുതൽക്കേ നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിൻ്റെ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ സിസ്റ്റം വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവാണ്. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഗുപ്ത പീരീഡിലായിക്കോട്ടെ, ദെൻ മുഗൾസിൻ്റെ ഒരു പീരീഡിലായിക്കോട്ടെ, മുഗൾസിൻ്റെ പീരീഡ് ഉണ്ടായിരുന്ന സമയത്തുള്ള മൻസബ്ദാരി സിസ്റ്റം ഒക്കെ തന്നെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സെൻട്രൽ സിസ്റ്റം ടാക്സേഷൻ്റെ ഒരു പാർട്ടൊക്കെ ആയിട്ട് ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതിനുള്ള വലിയ തെളിവുകൾ നമുക്ക് തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഒത്തിരി പറഞ്ഞല്ലേ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തെക്കാൾ പഴക്കമേറിയതാണ് സിവിൽ സർവീസിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ അത് ഇന്ന് കാണുന്ന ഒരു സ്ട്രക്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു തുടക്കം കുറിച്ചത് നമ്മുടെ ഇന്ത്യക്കാരൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയരൊന്നുമല്ല. അതിന് ഒരു സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഒരു ഫോമിലേക്ക് എത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. 1786 തൊട്ട് 1793 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കോൺവാലിസ് ആണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു സിവിൽ സർവീസിനെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നതും കോൺവാലിസ് തന്നെ. ഇദ്ദേഹം പക്ഷെ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവനന്റഡ് സിവിൽ സർവീസ്, അൺകവനന്റഡ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് അദ്ദേഹം സിവിൽ സർവീസിന് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കവനന്റഡ് സിവിൽ സർവീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു. ബ്രിട്ടനിൽ നിന്നുള്ള ആളുകളെയാണ് ഈ ഒരു കവനന്റഡ് സിവിൽ സർവീസിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ നിയമിച്ചിരുന്നത്. അതിനുശേഷമുള്ള അൺകവനന്റഡ് സിവിൽ സർവീസ് അതിലേക്കാണ് ഇന്ത്യൻസിനെ അവർ പരിഗണിച്ചിട്ടുണ്ടായിരുന്നുള്ളത് പോലും. മാത്രമല്ല ഇതിലുണ്ടായിരുന്ന ഒരു പേ സ്കെയിൽ ആയിക്കോട്ടെ വളരെയധികം ചുരുങ്ങിയതുമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു എക്സാം പാറ്റേൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡ് ഇരുന്നിട്ട് സെലക്ട് ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത് സിവിൽ സർവീസിലേക്ക് ആളുകളെ നിയമിച്ചിരുന്നത്. പകരം ആളുകൾ നാമനിർദ്ദേശം ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ ഹൈ പോസ്റ്റിലിരിക്കുന്ന ഒരു ഗവർണർ ജനറലോ അങ്ങനെയുള്ള ആളുകൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരന് സിവിൽ സർവൻ്റ് ആയിട്ട് മാറാൻ കഴിഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഇതിലേക്ക് എത്താനുള്ളൊരു വേദന അവിടെ ശരിക്കും പറഞ്ഞാൽ അറുത്ത് മാറ്റുകയാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു പാട്രണേജ് സിസ്റ്റം ആയിരുന്നു അതിനകത്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്.
1793 വന്നിട്ടുണ്ടായിരുന്ന ചാർട്ടർ ആക്ട് പ്രകാരം നമ്മുടെ സിവിൽ സർവീസിൽ കവനന്റഡ് സിവിൽ സർവീസിലേക്ക് ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ആ ഒരു പൊസിഷൻസ് ഒക്കെ റിസർവ് ചെയ്ത് വെക്കുകയും അവർക്ക് 500 പെർ ആനം എന്നുള്ള രീതിയിൽ ഒരു പേ സ്കെയിൽ സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പാട്രോണേജ് സിസ്റ്റത്തിൽ പോയ സമയത്ത് ഈ സിവിൽ സർവീസ് ഓഫീസേഴ്സൊക്കെ തന്നെ കുറച്ചൊരു വഴി തെറ്റി പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഇദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ കറപ്ഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറേ റിഫോംസ് അല്ലെങ്കിൽ ഒരുപാട് ചേഞ്ചസ് സിവിൽ സർവീസിൽ കൊണ്ടുവരികയുണ്ടായി. ഇവരുടെ സാലറി സ്കെയിൽ ഇൻക്രീസ് ചെയ്തു. അതുപോലെ പേഴ്സണൽ ആയിട്ടുള്ള പ്രസൻസ് ഒക്കെ വാങ്ങുന്ന ആളുകളെ നല്ല രീതിയിൽ തന്നെ ശിക്ഷിക്കുകയുണ്ടായി. പിന്നെ ഇവർക്ക് ഹൈലി ആയിട്ടുള്ള പ്രൊമോഷൻസ്, റിവാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കറപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു സ്റ്റാർട്ടിങ് സിവിൽ സർവീസിന് വന്നെങ്കിലും പിന്നീട് വന്ന ആളുകളാണ് ഇതിന് ഒരുപാട് അല്ലെങ്കിൽ ഇന്നത്തെ കാണുന്ന രീതിയിലേക്ക് ഇതിനെ എത്തിക്കാൻ ഒത്തിരി സഹായിച്ചിട്ടുണ്ടായിരുന്നത്. 1798 തൊട്ട് 1805 വരെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെല്ലസ്ലിയുടെ ഒരു പീരീഡിൽ ഒരുപാട് ചേഞ്ചസ് ശരിക്കും പറഞ്ഞാൽ സിവിൽ സർവീസിലേക്ക് പിന്നീട് വരുന്നുണ്ട്. പാട്രോണേജ് സിസ്റ്റം തന്നെയാണ് പിന്നീട് ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി ഇന്ത്യക്കാർക്ക് കൂടി ചെറിയൊരു റോള് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കൂടി നമ്മൾ പരിഗണിക്കണം എന്നുള്ളൊരു ആശ ഉയർന്നു വരുന്നത് വെല്ലസ്ലിയുടെ കാലത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുത്തെ ട്രെയിനിങ് പർപ്പസും അല്ലെങ്കിൽ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോർട്ട് വില്യം കോളേജിൽ അവിടെ ഒരു ട്രെയിനിങ് സെന്റർ ആക്കാം എന്നുള്ള രീതിയിൽ ഒരു സർക്കുലർ അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കുകയുണ്ടായി. എന്നാൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് 1800 അത് റിജക്ട് ചെയ്യുകയും ലണ്ടനിലെ ഈ ഒരു ഹെയ്ലിബറി കോളേജിൽ വെച്ചിട്ട് ബാക്കിയുള്ള ട്രെയിനിങ് സെഷനും കാര്യങ്ങളൊക്കെ നടത്താം എന്നുള്ള രീതിയിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും അതേ തുടർന്ന് വെല്ലസ്ലിയുടെ ഒരു സജഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഫോർട്ട് വില്യം കോളേജിൽ നിന്ന് അവിടെ നിന്ന് മാറ്റി ലണ്ടനിലെ ഹെയ്ലിബറി കോളേജിലാണ് ആദ്യമായിട്ട് സിവിൽ സർവീസിന്റെ ട്രെയിനിങ് നടക്കുന്നത്. അതും ഇന്നത്തെ പോലെയല്ല, 2 വർഷത്തെ ട്രെയിനിങ് പ്രോസസ്സുകളാണ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. 1793 ഒരു ചാർട്ടർ ആക്ട് വന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചല്ലോ. ആ ഒരു ചാർട്ടർ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇന്ത്യൻസ് ആർ നോട്ട് കാപ്പബിൾ ഇനഫ് ടു ടേക്ക് ദീസ് കൈൻഡ് ഓഫ് പൊസിഷൻസ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ത്യൻസ് ട്രസ്റ്റ് വർത്തി അല്ല എന്നും കൂടി അവർ പറയേണ്ടേ. കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ചൂഷണം ചെയ്യാൻ നമ്മൾ കൂട്ടു നിൽക്കില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവരെന്ന് ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ഹയർ പോസ്റ്റിലേക്കൊന്നും ഇന്ത്യക്കാർ വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന 1833 ഉണ്ടായിരുന്ന ചാർട്ടർ ആക്ടിനകത്ത് ഒരു കാര്യം പറഞ്ഞു, അതായത് ഇന്ത്യൻസിനെയും കൂടി നമ്മൾ ഇതിനകത്തോട്ടേക്ക് പരിഗണിക്കണം, ഇന്ത്യൻസിനെയും കൂടി. പക്ഷെ അതിൽ വെറും ഒരു കൈൻഡ് ഓഫ് തിയററ്റിക്കലി മാത്രം ഉണ്ടായിരുന്നതാണ്. അത് പ്രാക്ടിക്കൽ ആക്കാൻ അന്നുണ്ടായിരുന്ന ഗവർണർ ജനറൽ ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം വന്നിട്ടുള്ള 1853 ചാർട്ടർ ആക്ടിനകത്താണ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ട് ഇന്ത്യക്കാരെ കൂടി ഇതിലേക്ക് പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ആശയങ്ങൾ വരുന്നതും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നതും. ചാർട്ടർ ആക്ട് 1853യുടെ ഭാഗമായിട്ട് ലോർഡ് മാക്കുലയുടെ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവിടെ വരികയും സിവിൽ സർവീസിനെ പറ്റി വിശദമായിട്ടൊന്ന് പഠിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇന്ത്യൻസിനെയും കൂടി അതിനകത്ത് എൻട്രി വേണം എന്നുള്ള രീതിയിൽ ഒരു സജഷൻ വെക്കുകയും അതിന് പുറമെ ഈ ഒരു പാട്രോണേജ് സിസ്റ്റം അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പകരം മെറിറ്റ് ബേസ്ഡ് എക്സാമിനേഷൻ ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിലൂടെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സ് സിവിൽ സർവീസിൽ നടത്തണം എന്നുള്ള രീതിയിൽ സജഷൻസ് മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് 1854 ലണ്ടൻ സിവിൽ സർവീസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ലണ്ടൻ സിവിൽ സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് അവിടേക്കുള്ള സിവിൽ സർവീസിനാണെന്ന്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലേക്ക് വേണ്ട സിവിൽ സർവീസ് ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലണ്ടനിൽ വെച്ചിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അത്തരത്തിൽ ഈ ഒരു എക്സാം ഒക്കെ ഒന്ന് വാല്യൂ ചെയ്യാനും അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു മേൽനോട്ടമൊക്കെ വഹിക്കാനും റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട് ലണ്ടൻ സിവിൽ സർവീസ് കമ്മീഷൻ 1854 രൂപീകരിക്കുകയുണ്ടായി. അതിനുശേഷം ദ വെരി നെക്സ്റ്റ് ഇയർ 1855 എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തു. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി 1855 ഉണ്ടായിരുന്ന ഒരു എക്സാമിൽ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടായിരുന്നില്ല. കാരണം സിലബസ് അതിനനുസരിച്ചിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചത്. ഒരു കാരണവശാലും ഇന്ത്യക്കാർ ഈ എക്സാം എഴുതരുത് എന്നുള്ള രീതിയിലായിരുന്നു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവരുടെ ഓഫീസേഴ്സിന്റെ ഒരു നയം എന്ന് പറയുന്നത്. അതിനുശേഷം വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് റിവോൾട്ട് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് 1957 ഈ ഒരു വിൻസ്റ്റൺ ചർച്ചിൽ വളരെ പുച്ഛത്തോടു കൂടി ശിപ്പായി മ്യൂട്ടിനി എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്തിരുന്ന നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നമ്മുടെ സിവിൽ സർവീസിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഈ ഒരു റിവോൾട്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന 1858 പ്രോക്ലമേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏജ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഏജിൽ ചേഞ്ച് വരുത്തണം, അതേപോലെ തന്നെ ഇന്ത്യൻസിന് കുറച്ചുകൂടി പ്ലേസ്മെന്റ് കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം കൂട്ടണം എന്നുള്ള കുറേ കാര്യങ്ങൾ റേസ് ചെയ്യാൻ നമുക്കൊരു വോയിസ് കിട്ടുന്നത് 1857 റിവോൾട്ടോട് കൂടി തന്നെയാണ്. ഈ ഒരു ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിവോൾട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് 1860 നമ്മുടെ ഈ ഒരു സിവിൽ സർവീസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു ഏജ് 22 ആയിട്ട് അവർ അപ്ഗ്രേഡ് ചെയ്തു.
1860 ശേഷം 1861 ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പുറപ്പെടുവിപ്പിക്കുകയുണ്ടായി. ഇതിനകത്ത് വന്നിട്ടുണ്ടായിരുന്ന മെയിൻ ചേഞ്ചസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് അവർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, കുറച്ച് പോസ്റ്റുകൾ ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് അവർ റിസർവ് ചെയ്ത് വെക്കുകയും ചെയ്തു. അത് മാത്രമല്ല എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്ര കുറച്ച് ബേസിക് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. കൂടാതെ ഇതിന്റെ സിലബസ് അവർ കുറച്ച് നല്ല ടഫാക്കി. കാരണം ഇന്ത്യക്കാർ നമ്മൾ വന്നിട്ട് എഴുതാൻ പാടില്ലല്ലോ. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആയിരുന്നു അവർ ഒരു സബ്ജക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗ്രീക്കിലെയും ലാറ്റിനിലും ഒക്കെ അത്യാവശ്യം ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ ലേണിംഗ്സ് വേണം, അല്ലെങ്കിൽ അതിൽ നോളജ് വേണം, നല്ല ഡീപ്പായിട്ട് തന്നെ വേണം എന്നുള്ള രീതിയിൽ അവർ കുറേ സജഷൻസ് മുന്നോട്ട് വെച്ചു. അങ്ങനെ സിലബസ് അവർ സെറ്റ് ചെയ്തു. ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് എന്തായാലും ഇതിലേക്ക് എത്തിച്ചേരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുന്നത് അവരങ്ങ് ഉറപ്പിച്ചു. പക്ഷേ ഇതിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 1863 സത്യേന്ദ്രനാഥ് ടാഗോർ, നമ്മുടെ സ്വന്തം രവീന്ദ്രനാഥ് ടാഗോറിന്റെ സഹോദരൻ, സിവിൽ സർവീസ് നേടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു ഒട്ടനവധി ഇന്ത്യക്കാർക്ക് വലിയൊരു പ്രചോദനം തന്നെയായിരുന്നു ഇദ്ദേഹം ഈ ഒരു നേട്ടത്തിലേക്ക് എത്തി എന്നുള്ളത്. ഒരുപക്ഷെ ബ്രിട്ടീഷുകാർക്കും ഒരു കണ്ണുകടി ഉണ്ടായിരിക്കാം അല്ലേ, ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ട് ഈ ഒരു സിലബസ് ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിവിൽ സർവീസിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു പക്ഷേ പേടിച്ചിരിക്കണം. കാരണം അവർ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഇത്തരത്തിലുള്ള നല്ല ഹൈ പോസ്റ്റുകളിലേക്കൊക്കെ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനെങ്കിലും എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അതൊരു വേ ആണല്ലോ. അപ്പോൾ അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധപതനത്തിന് തന്നെ കാരണമാവും എന്നുള്ള രീതിയിൽ അവർ അത്യാവശ്യം ഭയന്നിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം തുടക്കം കുറിച്ചിട്ടെങ്കിൽ 1866 പിന്നെയും 4 ഇന്ത്യൻസ് സിവിൽ സർവീസിലേക്ക് കയറുകയുണ്ടായി, അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ പാർട്ടായിട്ട് മാറി. ആ ഒരു സമയത്ത് ഈ ഒരു സിവിൽ സർവീസിലേക്ക് കയറാനുണ്ടായിരുന്ന ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഏജ് 21 ആയിരുന്നു. അതായത് 21 വയസ്സുള്ള ഒരാൾക്ക് തന്നെയായിരുന്നു സിവിൽ സർവീസ് എഴുതാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടായിരുന്നത്. എന്നാൽ 1871 ഇദ്ദേഹത്തെ പോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി സിവിൽ സർവീസ് എക്സാം പാസ്സാവുന്നു. പക്ഷേ ഏജ് അപ്പോഴേക്ക് 21 ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏജ് ഇതുമായിട്ട് മീറ്റ് ചെയ്യുന്നില്ല, ഇതിലും കൂടുതൽ ഹൈ ആണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ സിവിൽ സർവീസിൽ നിന്ന് പുറത്താക്കി. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മതിയല്ലോ ഈ ബ്രിട്ടീഷുകാർക്ക്. സിവിൽ സർവീസിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ബാക്ക് ടു ഇന്ത്യയിൽ വന്നിട്ട് കൽക്കട്ടയിൽ ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ഇന്ത്യക്കാർക്ക് ഈ ഒരു സിവിൽ സർവീസിൽ കുറച്ചുകൂടി പ്രാതിനിധ്യം കൂട്ടണം, ഇന്ത്യക്കാർക്ക് അതിനകത്ത് അവസരങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിൽ കുറേ പ്രവർത്തനങ്ങളൊക്കെ ഈ ഒരു ഇന്ത്യൻ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ 1878 ഒരുപാട് ചേഞ്ചസ് ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുകയും ഈ ഒരു ഏജ് ഗ്യാപ്പ് എന്നുള്ളത് 19 ആയിട്ട് കുറയ്ക്കുകയും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് വൈസ്രോയ് ഡഫറിന്റെ നേതൃത്വത്തിൽ വരികയുണ്ടായി. ഈ സ്റ്റാറ്റ്യൂട്ടറി സിവിൽ സർവീസ് എന്ന് പറയുന്ന സമയത്ത് 1/6 ഓഫ് ദി കവനേറ്റഡ് പോസ്റ്റ് ഷുഡ് ബി ഗിവൺ ടു ഇന്ത്യൻ എലൈറ്റ്സ്. എല്ലാ ഇന്ത്യൻസ് എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ത്യൻ എലൈറ്റ്സിന് നമ്മുടെ ഒരു കവനന്റഡ് പോസ്റ്റിൻ്റെ ഒരു 1/6 കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു സംഭവം വരികയുണ്ടായി. പക്ഷേ ഇത് അധികം അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. അവിടെ തന്നെ അതൊരു വലിയ രീതിയിൽ അത് പ്രോത്സാഹിക്കപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് 1885 സ്വാതന്ത്ര്യ സമരത്തിന്റെ ബാക്ക് ബോൺ ആയിട്ട് ഒരുപക്ഷെ പറയാൻ പറ്റുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ സിവിൽ സർവീസ് ഫീൽഡിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ INCക്ക് സാധിച്ചിട്ടുണ്ട്. INCയുടെ ചില ആവശ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 19 എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഏജ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് തരണം. അതുപോലെ തന്നെ എക്സാം ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പോയിട്ട് എക്സാം എഴുതുക, അതിനുള്ള ചെലവ് വഹിക്കാനൊന്നും നമ്മുടെ പാവം ഇന്ത്യക്കാർക്ക് അന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിലേക്ക് എത്താനുള്ള ഒരു വഴി വളരെ ദീർഘമായിരുന്നത് കൊണ്ട് തന്നെ ഈ INCയുടെ ഒരു ശുപാർശ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നമുക്ക് ഇന്ത്യയിൽ, അതായത് ലണ്ടനിൽ കണ്ടക്ട് ചെയ്യുന്ന അതേപോലെ തന്നെ ഇന്ത്യയിലും എക്സാം കണ്ടക്ട് ചെയ്യണം. അതേപോലെ തന്നെ ഈ 19 എന്നുള്ള ഒരു ഏജ് ലിമിറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സജഷൻ അവർ കൊടുക്കുകയുണ്ടായി. INC കൊടുത്തിട്ടുണ്ടായിരുന്ന അത്രയും വലിയൊരു ശുപാർശ വന്നതിന് ശേഷം ഇതിനെ പറ്റി കുറച്ചുകൂടി അന്വേഷിക്കണം, പഠിക്കണം, അതിനകത്ത് എന്തൊക്കെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഐറ്റ്കിസൺ കമ്മീഷനെ നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ നിയമിക്കുകയുണ്ടായി. അദ്ദേഹം കൊടുത്ത ഒത്തിരി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർക്ക് ഒത്തിരി പോസിറ്റീവായിട്ടാണ് കേട്ടോ വന്നത്. ഈ കവനന്റഡ് സിവിൽ സർവീസ്, അൺകവനന്റഡ് സിവിൽ സർവീസ് ഉണ്ടായിരുന്ന ആ ഒരു ഡിവിഷൻ അദ്ദേഹം മാറ്റുകയും അതിന് പകരം ഇംപീരിയൽ സിവിൽ സർവീസ്, പ്രൊവിൻഷ്യൽ സിവിൽ സർവീസ്, സബോർഡിനേറ്റ് സിവിൽ സർവീസ് എന്നിങ്ങനെ ഇതിന്റെ ഡിവിഷൻ 3 ആക്കി അദ്ദേഹം മാറ്റുന്നുണ്ട്. ഈ ഒരു ഇംപീരിയൽ സർവീസിലേക്ക് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരെയാണ്. അതുപോലെ പ്രൊവിൻഷ്യൽ ആൻഡ് സബോർഡിനേറ്റ് സർവീസിലേക്ക് കൂടുതലും ഇന്ത്യക്കാർ വന്നോട്ടെ എന്നുള്ള രീതിയിൽ വന്നു. പക്ഷേ നമുക്ക് ചെറിയൊരു എൻട്രി ടിക്കറ്റ് കിട്ടിയ പോലെ ആയിരുന്നു ഐറ്റ്കിസൺ കമ്മീഷന്റെ അത്തരത്തിലുള്ള ഒരു ശുപാർശ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. ഒട്ടും അന്യമായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സർവീസിലേക്കാണ് ഇന്ത്യക്കാർ ഈ ഒരു രീതിയിലെങ്കിലും കയറിക്കോട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സർക്കുലറും ഒക്കെ ഇറങ്ങുന്നത്. ഹൈറ്റ്കസൺ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗൈഡ് ലൈൻസും അതേപോലെ തന്നെ ഇന്ത്യൻസിന്റെ സൈഡിൽ നിന്ന് ഒത്തിരി പ്രഷറും വന്നപ്പോൾ 1893 ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി. അതായത് ഈ ലണ്ടനിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഇന്ത്യയിലും എക്സാം കണ്ടക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം സൈമിൾട്ടേനിയസ് ആയിട്ട് കണ്ടക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷനകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. പക്ഷേ ഇതും ഒരു തിയററ്റിക്കലി മാത്രമായിട്ട് നടന്നൊരു കാര്യമാണ്. പിന്നീട് ഇത് പ്രാബല്യത്തിൽ വരാൻ ഒത്തിരി സമയങ്ങൾ പിന്നെ എടുത്തു. ഇതിനുശേഷം 1912 ഹൈറ്റ്കസൺ കമ്മീഷൻ പോലെ തന്നെ ഇസ്ലിംഗ്ടൺ കമ്മീഷനും നിലവിൽ വരികയുണ്ടായി. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഇസ്ലിംഗ്ടൺ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഇന്ത്യക്കാർക്കുള്ള ഒരു പ്രാതിനിധ്യം അവിടെ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു. കാരണം ഈ ഒരു കവനന്റഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഹയർ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇന്ത്യക്കാരുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് 25% ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഈ ഒരു നോമിനേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സജഷൻ മുന്നോട്ട് വരുന്നത്. അത് മാത്രമല്ല, ഹാഫ് റിക്രൂട്ട്മെന്റ് ലണ്ടനിലാണ് നടക്കുന്നതെങ്കിൽ ഹാഫ് എന്തായാലും ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നും അദ്ദേഹത്തിന്റെ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്നു. ഈ ഒരു ഇത്തരത്തിലുള്ള കമ്മിറ്റികളുടെ സജഷനും ഇന്ത്യക്കാരുടെ ഒരു പ്രവർത്തനവും കൊണ്ട് മാത്രമായിരിക്കണം 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻസിന് ഒത്തിരി അനുകൂലമായിട്ടാണ്. എന്ത് കാരണം കൊണ്ടായാലും 1/3 ഓഫ് ദി റിക്രൂട്ട്മെന്റ് ഇന്ത്യയിൽ നിന്ന് തന്നെ ആയിരിക്കണമെന്നും അതുപോലെ തന്നെ എക്സാം ഇന്ത്യയിലും അതേപോലെ ലണ്ടനിലും നടക്കണമെന്നും കിസൺ കമ്മീഷന്റെ ഒരു സജഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഇമ്പീരിയൽ, സബോർഡിനേറ്റ്, പ്രൊവിൻഷ്യൽ സർവീസുകളിൽ ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഇതിനകത്ത് ഇമ്പീരിയൽ സർവീസിനെ രണ്ടായിട്ട് എഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസ്. ഇതുപോലത്തെ ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് സിവിൽ സർവീസിൽ പിന്നീട് ഉണ്ടാവുന്നത് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ്. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു സക്സസ് എന്നുള്ള രീതിയിലാണ് 1922 ലണ്ടനിൽ എക്സാം നടക്കുന്ന അതേ സമയത്ത് ഇന്ത്യയിലും സിവിൽ സർവീസ് എക്സാം നടക്കുന്നത്. ലണ്ടനിലെ എക്സാമും അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നോക്കി നടന്നുകൊണ്ടിരുന്നത് ലണ്ടൻ സിവിൽ സർവീസ് കമ്മീഷൻ ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ അതിന്റെ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരുന്നു. അതിന്റെ പിന്നീടുള്ള ചേഞ്ച് ആണ് ഇന്നത്തെ UPSC. ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1919 നമ്മുടെ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഇദ്ദേഹം അതിന് അങ്ങനെ എന്തായാലും വേണം എന്നുള്ള രീതിയിൽ അതിന് ഇന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടാക്കാന്നുള്ളൊരു സജഷൻ മുന്നോട്ട് വെച്ചു. ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു സജഷന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് 1926 ഇന്ത്യയിൽ ആദ്യമായിട്ട് റോസ് ബാർക്കറിന്റെ ചെയർമാൻഷിപ്പോട് കൂടി ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നു. 1926 പബ്ലിക് സർവീസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം 1935 ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വരികയുണ്ട്. അതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഒരു സജഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലാണ് ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരുന്നതും. അങ്ങനെ 1935 ശേഷം ഉണ്ടായിരുന്ന എൻറ്റയർ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നോക്കി നടത്തിക്കൊണ്ടിരുന്നത് FPSCയുടെ നേതൃത്വത്തിലാണ്. എക്സാം ആയിക്കോട്ടെ, അതിനുശേഷം റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും പിന്നെ നോക്കിയത് ഏറെക്കുറെ FPSCയുടെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ 1939 ആകുമ്പോഴേക്ക് ഏറെക്കുറെ നമ്മുടെ ഒരു സിവിൽ സർവീസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു കയറ്റം വളരെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1939 ഉണ്ടായിരുന്ന ആ ഒരു വലിയൊരു നമ്മളിപ്പോൾ കണക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഡിക്രീസ് ആണ് ബ്രിട്ടീഷുകാർ ഈ ഒരു ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയേ പറ്റൂ, മാത്രമല്ല വീട് വിട്ട് അവർ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഏറെക്കുറെ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ മടുത്തു തുടങ്ങി. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസിലേക്ക് ബ്രിട്ടീഷുകാരുടെ ഒരു എൻട്രിയും കുറഞ്ഞു എന്ന് വേണേൽ പറയാം. ഇതിനുശേഷം 1935 39 ശേഷം 1950 അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസോട് കൂടി FPSC മാറിയിട്ട് അല്ലെങ്കിൽ വിഭജനത്തിനൊക്കെ ശേഷം FPSC മാറിയിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ന് സിവിൽ സർവീസിൻ്റെതായ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. അതായത് റിക്രൂട്ട്മെന്റ് ആയിക്കോട്ടെ, അവരുടെ സെലക്ഷൻ പ്രോസസ്സ് എല്ലാം നോക്കി നടത്തുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അപ്പോൾ അവരാണ് ഇന്നത്തെ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഒരു ആദ്യം ഉണ്ടായിരുന്ന ഒരു സെഷനിൽ ആ ഒരു ഇൻട്രോ വീഡിയോയിൽ നമ്മൾ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇനി എന്തൊക്കെയാണ് ഇതിൽ ചേഞ്ച്, ഈ ഒരു 1950 ശേഷം അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് സിവിൽ സർവീസിന് വന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് വിശദമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്തൊരു സെഷനിൽ നമുക്ക് വ്യക്തമായിട്ട് സംസാരിക്കാം. സോ അതുവരെ ബൈ.